സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരസഭയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നിത സഹീറിനെ തിരഞ്ഞെടുത്തു. കൊണ്ടോട്ടി നഗരസഭയിലെ നീറാട് വാർഡിലെ കൗൺസിലറാണ് നിത. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നിനെതിരെ 5 വോട്ടുകൾ ലഭിച്ചു. CPM അംഗത്തിന് 1 വോട്ടും നിതയ്ക്ക് 5 വോട്ടുകളും ലഭിച്ചു. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയായിരുന്ന അബീന പുതിയറയ്ക്കൽ മാർച്ച് 20-ന് രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. ആരോഗ്യ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് നിത സഹീർ പറഞ്ഞു. ജനങ്ങളെ കൂടത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ MCFിനേക്ക് പ്രയത്നിക്കും. അത് നമ്മളെ വലിയ ലക്ഷ്യമാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനപ്രതിനിധികളാണ്. നമ്മൾ കയറിയത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ MCF വരാഞ്ഞാൽ നമുക്കുള്ള വികസന പ്രവർത്തികൾ തന്നെ നീക്കം വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ വികസനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരു ലോഡ് അല്ലെങ്കിൽ 2 കോടി 3 കോടി ഫൈൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരസഭയിൽ 7 വർഷമായിട്ടുള്ളൂ നമ്മളെ നഗരസഭ ആയിട്ട്. അപ്പം നമുക്കറിയാം അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മളിലേക്കുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള വലിയൊരു ഫണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ മേലിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ കഴിയില്ല നമ്മളെ നഗരസഭയ്ക്ക്. അപ്പം ജനങ്ങളിൽ വീണ്ടും വികസനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമുക്ക് MCF എന്ന് പറഞ്ഞ സംഭവം വലിയ നിർബന്ധമാണ്. അപ്പം അതിലേക്കുള്ള നടപടി ചെറുതായിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് തന്നെ നമുക്കത് ചെയ്യണം. അതാണ് മെയിൻ ലക്ഷ്യം. എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ നഗരസഭേൻ്റെ മെയിൻ ലക്ഷ്യം. ബാക്കി പ്രവർത്തനമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നിനൊന്നിന് മെച്ചമാണ്. ഇപ്പോൾ ഹരിതകർമ്മസേനേൻ്റെ നോക്കുകയാണെങ്കിലും അത് ഓരോ മാസം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല കളക്ഷൻ്റെ രീതിയിൽ കളക്ഷൻ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഒരു 15-20% നിന്ന് ഇപ്പം 50ൻ്റെ മുകളിലേക്ക് എത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും മുകളിലോട്ട് കയറി പോവുക, ഒരിക്കലും പടി ഇറങ്ങി എന്ന് പറയുന്നില്ല. അപ്പോൾ ഇനിയും ആരോഗ്യ മേഖലയിൽ നല്ല നല്ല പ്രവർത്തികൾ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ താല്പര്യം. തുടർന്ന് നടന്ന അനുമോദന യോഗം ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സുഹറാബി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റംല കൊടവണ്ടി, കൗൺസിലർമാരായ P സനൂപ് മാസ്റ്റർ, KP നിമിഷ, ഷബീബ ഫിർദൌസ്, V അലി, K സാലിഹ്, സതീഷ് തേരി, സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ സംസാരിച്ചു. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, specially for you.